ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തു വന്നത്. അപ്പോൾ നമുക്ക് പവറാക്കണ്ടേ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നഴ്സറിയുടെ വീട്ടിലാണ്. അവളും ഒരു യൂട്യൂബറാണ്. അവളും അവളുടെ വീഡിയോയ്ക്ക് വേണ്ടി പൈസ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെയാണ് കിടക്കുന്നത്. ബിക്കോസ് നമ്മൾ 4 പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്ലീപ്പ് ഓവർ ചെയ്യുന്നതാണ്. നമ്മൾ എ സി ഒക്കെ ഇട്ട് നല്ല തണുത്താണ് കിടക്കുന്നത്. പൊങ്കിൽ ചെറിയൊരു സ്ലീപ്പ് ഓവർ, കുട്ടി സ്ലീപ്പ് ഓവർ. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യട്ടെ, എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം മറ്റന്നാൾ തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം പ്രമാണിച്ച് ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചാടിയത്. ഇവിടെ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് ചാടി. ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് തിരുവോണം കഴിഞ്ഞിട്ടാണ്. ഗൈസ്, ഇതാണ് എൻ്റെ കസിൻ. സ്കിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ ഗൈസ് ഇത്. ആദ്യം തന്നെ ഞാൻ ജോൺസൺസിൻ്റെ ക്രീമാണ് ഇടുന്നത്. മോയ്സ്ചറൈസർ ക്രീമാണിത്. ജോൺസൺസിൻ്റെ അപ്പൊ നമ്മള് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് സ്ക്രബ് ഇടാം. എന്തോ ആദ്യം പറയുന്നത്, ഞങ്ങൾ താഴെ ബ്ലാങ്കറ്റ് വിരിച്ചാണ് ഗൈസ് കിടക്കണം. ഞങ്ങൾ 4 പേരുണ്ട്, അതുകൊണ്ട് ബ്ലാങ്കറ്റ് വിരിച്ച് താഴെ കിടക്കുന്നത്. അപ്പുറത്ത് വീഡിയോ എടുക്കുക, അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് ലിബാം ഇടാം. ലെബണിലോടെ ലിബാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ തന്നെ മുടി നമ്മള് ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇനി കിടക്കാൻ വരുമ്പോ പിന്നെ ഇവിടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാനാണെ മുടി കെട്ടാൻ പോവാണ്. അതിനു മുന്നേ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് ഡ്രസ്സ് മാറിയതാണ്. അപ്പം മുടി നമുക്ക് കെട്ടിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മുടിയൊക്കെ കെട്ടി ഇനി നമുക്ക് കിടക്കാൻ പോകുമ്പോഴുള്ള വീഡിയോ എടുക്കാം. കുറച്ച് കിടക്കണ്ടേ? കിടക്കണം, കിടന്നല്ലേ പറ്റും. ഉറക്കാൻ വരുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കും. ഇപ്പോൾ കിടക്കാം. അപ്പോൾ നമ്മുടെ രാത്രിയിലെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലത്തെ ബാക്കി കാണാം. ഓണത്തിൻ്റെ വിശേഷമൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ രാത്രി കിടന്നു. അപ്പോൾ ഇടയ്ക്ക് ഇത്തിരി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മൾ രാത്രി വൈകി കിടന്നുകൊണ്ടൊന്നും രാവിലെ എണീച്ചപ്പോഴത്തേക്കും കഴിച്ചിട്ടില്ല. നേരത്തെ ഞാൻ എണീച്ചിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഓർക്കുന്നത്. ഓണത്തിൻ്റെ അത്തപ്പൂവിൻ്റെ കുറച്ച് പരിപാടികളാണ്. അത് നമ്മൾ ഓണത്തിനത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ കുളിക്കാൻ പോവാണ്. ഓണത്തിൻ്റെ ചെറിയ പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി, പിന്നെ ഫുഡ് കഴിച്ചു. അതൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇപ്പോൾ ഇനി നമ്മൾ മെഹന്തി മേടിച്ചിട്ട് വന്നു. ഇനി നമ്മൾ മെഹന്തി ഇടാൻ പോവാണ്. ഗൈസ്, നമ്മൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നസറിയാണ് എൻ്റെ മെഹന്തി ആർട്ടിസ്റ്റ്. നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് തിരുവാതിര പ്രാക്ടീസ് ചെയ്യും. അതേതൊക്കെയുണ്ട് ഞാൻ ഇട്ട്. അപ്പോൾ കുഴഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ലേസ് വയ്ക്കാമെന്ന്. ഒന്നും ബിങ്കോടെ മാഡാം ഗ്ലസ്, പിന്നെ കേൾസ് എന്ന് പറയുന്നത് കേട്ടോ. അതും ബിങ്കോടെയോ? രണ്ടും ബിങ്കോടെയാണ്. നമുക്ക് കഴിച്ചിട്ട് തരാം. അപ്പോൾ ഗൈസ്, ഞാനെല്ലാം കഴിഞ്ഞു. ബിങ്കോ ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും പരിപാടിയുണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. അത് പിന്നെ ഇനി ചെയ്യണം. അപ്പോൾ ഞാൻ പറ്റും ഗൈസ്. ഇനി നമുക്ക് നസറി ചോറ് വാരി തരുവാണ്. അതെ അതെ. അതാ പപ്പടമുണ്ട്. വേറെ അവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല. നല്ല പപ്പടം. ക്യാമറ ഗേളാണ് ഗൈസ് ഇത്.
അങ്ങനെയാണ് കഴിച്ച് എല്ലാവർക്കും വാരി കൊടുക്കുന്നത്. ചോറ് തിന്നു. ചോറ് ഉച്ചയ്ക്ക് തിന്നു എന്നാലും വിശക്ക് 6 മണി ആയിക്കൊള്ളത്തില്ലേ? 6 മണി സമയം 4 മണി 4:12. ഇനി നമുക്ക് കുറെ പണി കിടക്കുവോ? പുതിയ സുന്ദരിനൊക്കെ വരയ്ക്കട്ടെ. ഗൈസ് ഞങ്ങൾ പകുതിയോളം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മുടെ ഡെയ്മലൈഫ് ഇവിടെ വെച്ച് അവസാനിക്കാമെന്ന്. കാരണം ഇപ്പോൾ ഞങ്ങൾ നാളത്തെ കുറേ പരിപാടികളിലാണ്. പൂതാക്കണം, അങ്ങനെ കുറേ പരിപാടികളാണ്. അത് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് നാളെ നേരിട്ട് തന്നെ കാണാമല്ലോ. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം.